ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് അയർലൻഡിലെ മനോഹരമായ കൗണ്ടി കെറിയിലേക്കൊരു യാത്ര പോവുകയാണ്. കൗണ്ടി കെറിയിലെ കാഴ്ചകൾ കാണുവാനായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡബ്ലിനിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ 3.5 മണിക്കൂറോളം യാത്രയുണ്ട് കൗണ്ടി കെറിയിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. എന്താ കഴിക്കാറുള്ളേ? എന്താ കഴിക്കാറുള്ളേ? വട്ടയപ്പല്ലേക്ക് ഇഡലി. എങ്ങനെയുണ്ട്? അങ്ങനെ രാവിലെ ചെറുതായി കാപ്പി കുടിച്ചെങ്കിലും വീണ്ടും എല്ലാവർക്കും വിശന്നപ്പോൾ നമ്മൾ ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുക അല്ലേ? എന്താ ഓർഡർ ചെയ്യുന്നത്? അമ്മൂസേ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? എന്താ വേണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നിട്ട് ആദ്യത്തെ തവണ അല്ല കഴിക്കുന്നത്. പിന്നെ ആദ്യത്തെ തവണ കഴിക്കുന്നത് അല്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ കെറി യാത്ര തുടരുകയാണ്. ഇനി 1.5 മണിക്കൂറോടെ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൗണ്ടി കെറി എത്താറായി. യാത്രാമധ്യേ കണ്ട കൗണ്ടി കെറിയിലുള്ള ചെറിയ എയർപോർട്ടാണിത്. കൗണ്ടി കെറിയിലെ ഏറ്റവും പ്രധാന നഗരമായ കില്ലേർണി എന്ന സിറ്റിയാണ്. പ്രശസ്തമായ കില്ലേർണി നാഷണൽ പാർക്കും ഈ നഗരത്തിനോടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കില്ലേർണി സിറ്റിയിലെ ചെറിയ ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. റിംഗ് ഓഫ് കെറി കാണുവാനായിട്ടാണ് ഈ പോകുന്നത്. റിംഗ് ഓഫ് കെറി എന്നാൽ അറ്റ്ലാന്റിക്കിൻ്റെ തീരത്തുള്ള പച്ചപ്പ് നിറഞ്ഞ കുന്നുകളിൽ കൂടെയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ കുന്നുകളും തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും കുന്നുകളിൽ മേയുന്ന ആടുകളും പശുക്കളും ഇവയെല്ലാം നമുക്ക് മനോഹരമായ ദൃശ്യാനുഭവം നൽകും. അപ്പോൾ നമ്മൾ റിംഗ് ഓഫ് കെറിയിലെ യാത്രാമധ്യേ ഒരു വ്യൂ സൈറ്റിൽ നിർത്തിയതാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് നോക്കാം. റിംഗ് ഓഫ് കെറിയിൽ അറ്റ്ലാന്റിക് ഓഷനിൽ ലൈവായിട്ട് മീൻ പിടുത്തം തുടങ്ങിയോ? വലിയ സാൽമൺ ലക്ഷ്യം ചേച്ചിക്കോ? അജയ് ചേട്ടാ ഹരിപ്പാട്ടിലെ മീനിനെ തീറ്റ കൊടുക്കൽ നിർത്തിയിട്ട് അയർലൻഡിലെ അറ്റ്ലാന്റിക് ഓഷനിൽ കിടക്കുന്ന മീനിനെ തീറ്റ കൊടുക്കാൻ റെഡിയായിട്ടുണ്ട്. തുടങ്ങിയോ? ആ വേഗം കണ്ടോ, വേഗം
വരച്ചു വെച്ചോണ്ടിരിക്കുന്നല്ലേ. ഇത് റിംഗ് ഓഫ് കറിയിലെ മറ്റൊരു വ്യൂ പോയിൻ്റായ ലേഡീസ് വ്യൂ എന്ന വ്യൂ പോയിൻ്റാണിത്. It starts with all I know. So unreal. Watch you I tried so hard and got so far, but in the end, it doesn't even matter. I had to fall to lose it all, but in the end, it doesn't even matter. I tried so hard and got so far. ഗൈസ്, നമ്മളിതാണ് ഇന്ന് ബുക്ക് ചെയ്തേക്കുന്ന ഹൗസ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താണിത്. അപ്പോൾ അവർ എൻ്റെ ലോക്ക് ബോക്സിൽ കീ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പാസ്വേഡ് ലോക്കോടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് പോയി. ചെയ്ത് നോക്കടി. ഇതാണ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത വീട്. ലിവിംഗ് റൂം. നമ്മൾ അടുത്ത 2 ദിവസം ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. വിശാലമായ കിച്ചൺ. ഞാനുണ്ട് വീട്. എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്. കിച്ചൺ നൈഫൊക്കെ ആണ്. അതുകൊണ്ട് ഇഷ്ടമുണ്ടല്ലോ.
വൈകിട്ടത്തേക്കുള്ള ബാർബിക്യൂ സെറ്റ്. ഇതും കൊണ്ടായിരിക്കും ഒരാളെ വെട്ടുന്നത്. ഇതും കൊണ്ടായിരിക്കും ഒരാളെ വെട്ടുന്നത്. അല്ല, ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. വീപ്പയൊക്കെ വെളിയിലിരിപ്പുണ്ട്. മൊത്തം അവിടെ ഇവിടെ എല്ലാം കുറെ മുറികള്. അതോ ഞങ്ങള് തമാശക്ക് പറയാം. എന്താന്ന് വെച്ചാൽ ഈ പ്രേത സിനിമയ്ക്കകത്തൊക്കെ ഒരു കൊച്ചു കാണുമല്ലോ, ആ കൊച്ചിനായിരിക്കും മൈ ഓൺ പെറ്റ് ക്യാറ്റ് എന്നൊക്കെ എഴുതിയൊരു സാധനം കാണും. അങ്ങനെ ഒരു പ്രേത കൊച്ച്. സൂപ്പർ മസാല അല്ലേ? ചിക്കൻ വിത്ത് ബീഫ് സ്റ്റേക്ക് അല്ലേ? ബീഫ് സ്റ്റേക്ക് റെഡിമെയ്ഡ് ആണ്. നമ്മുടെ മസാല അല്ല, ചിക്കൻ നമ്മുടെ മസാല അല്ലേ? കളർഫുൾ വെജിറ്റബിൾ മസാല. ഇതാണ് നമ്മളുടെ ഇന്ന് സ്റ്റേ ചെയ്യുന്ന വീട്. മനോഹരമായ കോമ്പൗണ്ട്, സൂപ്പർ വൈബുള്ള സ്ഥലമാണ്. തൊട്ടുപുറയിൽ മനോഹരമായ കുന്നുകൾ, മലനിരകൾ, അവിടെ കോടമഞ്ഞിറങ്ങുന്നതിൻ്റെ മനോഹര കാഴ്ചയാണ്. സഹൃദയരെ, കലാസ്നേഹികളെ, ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമായി പ്രിയതോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം എന്ത് എന്താ